അലക്സാണ്ടർ ജേക്കബ് സാറ് നന്നായിട്ട് സയന്റിഫിക്കലി ഇത് വിശദീകരണം കൊടുക്കുന്നുണ്ട് സർപ്പങ്ങളെക്കുറിച്ച്. വളരെ കറക്റ്റായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ദേവതകൾ ഉണ്ടെന്നും ഈ എനർജി ഉണ്ടെന്നും അത് നമ്മുടെ DNA ഇതാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ ബീജത്തിന്റെ എന്തും പറയാം. പക്ഷേ ഈ ചില എനർജീസ് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിച്ചു. ആ രാഹുർദശയുടെ സമയത്ത് ഇത് കാഠിന്യം കൂടുതലായിരിക്കും. സർപ്പദോഷങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ കാഠിന്യം കൂടുതലായിരിക്കും. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഭഗവാൻ ഓൺലൈനിലേക്ക് സ്വാഗതം. നമുക്കിപ്പോൾ ഉള്ളത് സ്പിരിച്വൽ മോട്ടിവേറ്റർ ആയിട്ടുള്ള ശ്രീനിവാസ പൈ സാറാണ്. നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാറേ, ഒരു പ്രധാനപ്പെട്ട ചോദ്യം പലപ്പോഴും പല വിശ്വാസികളും നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഈ സർപ്പദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് അതിന് ചെയ്യേണ്ട പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? ജീവിതത്തിലെ ഏത് സമയത്താണ് ഈ സർപ്പദോഷം അങ്ങനത്തെ കാര്യങ്ങൾ വരിക? ഒരു മനുഷ്യന്റെ ജാതകത്തിലെ ഒരു നിശ്ചിത സമയം, അല്ലെങ്കിൽ നമ്മൾ ശനി ദോഷം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ദോഷം, ഒരു സമയം അതിനു വേണ്ടിയിട്ടായിട്ടുണ്ടോ എന്നുള്ളൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്താണ് ഈ സർപ്പദോഷം? സർപ്പദോഷം എന്ന് പറഞ്ഞാൽ അതിനൊരു ടൈം പീരീഡ് ഇല്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ അധിപതി സർപ്പങ്ങളാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ സർപ്പങ്ങളില്ലാത്ത സ്ഥലമില്ല കേരളത്തിൽ, എല്ലായിടത്തും. ഇപ്പോൾ ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം പവിഴപ്പുറ്റ് ഇതായതുകൊണ്ട് അവിടെ പാമ്പുകളില്ല, കടൽപ്പാമ്പുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ കേരളത്തിൽ എന്താണെന്ന് വെച്ചാൽ ആവാസ വ്യവസ്ഥയിൽ സർപ്പങ്ങൾ, ചേരകൾ അതിനൊരു പ്രധാന ഘടകമാണ്. അപ്പൊ അതിനെ നശിപ്പിച്ചുകൊണ്ട് നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അതിൻ്റെ എല്ലാത്തിനും ഒരു ഊർജമുണ്ടല്ലോ, അത് നമുക്ക് തിരിച്ചടിയായിട്ട് ഭവിക്കും. ഇപ്പോൾ എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് വന്ന ഒരു കേസ്, ആ കേസ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ അമ്പലപ്പുഴ പാത എറണാകുളം കായംകുളം റെയിൽവേ പാത നടന്നു. ആ സമയത്ത് ഈ ഇടയ്ക്ക് ഒരു അമ്പലപ്പുഴ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ട് ഈ കാര്യം ഞാൻ സംസാരിച്ച 2-3 ദിവസം. ആ സമയത്ത് ആ ഭാഗത്തുണ്ടായിരുന്ന ഒരു പ്രശസ്തമായ ഒരു രാഷ്ട്രീയക്കാരൻ ഈ പാത പോകുന്നിടത്ത് കാവോ എന്തോ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇതിലൊന്നും കാര്യമൊന്നുമില്ല, ഇവിടെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ നേതൃത്വം നൽകി വെട്ടിയത്, കാവ് കംപ്ലീറ്റ് വെട്ടിയതിന് ശേഷം അദ്ദേഹത്തിന് പതുക്കെ ശരീരത്തെ പാണ്ടുകൾ പ്രത്യക്ഷപ്പെട്ട് അത് വെച്ച് വലഞ്ഞ് വളരെയധികം ബുദ്ധിമുട്ടി. ആ സമയത്താണ് തിരുമേനിയുടെ അടുത്ത് തിരുമേനി വിഷചികിത്സകനായിരുന്നു, പാരമ്പര്യ വിഷവൈദ്യരായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല, ഇത് നമ്മളായിട്ട് വഴങ്ങിച്ചു വെച്ചത്, അത് കാർമ്മികം വാങ്ങിച്ചു വെച്ചിരിക്കുക, അതിനൊന്നും പരിഹാരമില്ല, അനുഭവിച്ച് തന്നെ തീരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതിന് ഇതുണ്ട്. പാമ്പുകൾ എന്ന് പറഞ്ഞ, സർപ്പം എന്ന് പറഞ്ഞ എല്ലാ കുടുംബങ്ങളിലും കാണും. നിസാരം കുടുംബങ്ങളിലെങ്കിൽ 10 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരു കാവ് കാണും. 10 ഏക്കർ സ്ഥലത്ത് ഒരു കാവ് കാണും. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഇത് അവരെ വിളിച്ചിട്ട് അങ്ങോട്ട് ആവാഹിച്ചു കൊണ്ടുപോകാൻ പറയും. ഈ ആവാഹിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ കുടുംബക്കാർ പിന്നെ തിരിഞ്ഞു നോക്കുക. മിനിമം വർഷത്തിലെങ്കിൽ ഒരിക്കലെങ്കിലും അവിടെ പോവുക. മഞ്ഞൾ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ യഥാശക്തി അവിടെ ചെയ്യുക. അതുപോലെ ഈ ആവാഹിച്ചു കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ അവിടെ ഒരു പൂജ ഇതൊക്കെ ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു എമൗണ്ട് അവിടെ, എല്ലാത്തിനും ക്ഷേത്രമാണെങ്കിലും അതിൻ്റെതായ ചിലവുണ്ടല്ലോ, അതെന്തെങ്കിലും കൊടുക്കുക വർഷത്തിൽ. അതൊന്നും ചെയ്യുകയില്ല. പിന്നെ ഇതിനൊരു പരിഹാരം എന്ന് വെച്ചാൽ ദൂരസ്ഥലത്ത് വിടുന്നതിനേക്കാൾ അവർക്ക് അവരുടേതായ ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ ഈ ഒരു നാട്ടിലുണ്ടെങ്കിൽ അവിടെയുള്ള ആൾക്കാർ ചേർന്ന് 3-4 സെന്റ് എടുത്തിട്ട് ഇതെല്ലാം കൂടി അവിടെ പ്രതിഷ്ഠിച്ചിട്ട് വരുന്ന തലമുറകൾക്ക് അനുഗ്രഹപൂർവമായിട്ട് ഇത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ദേവതയെ നിങ്ങൾ പ്രീതിപ്പെടുത്തുക. ഇപ്പൊ നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാറ് നന്നായിട്ട് സയന്റിഫിക്കലി ഇത് വിശദീകരണം കൊടുക്കുന്നുണ്ട് സർപ്പങ്ങളെക്കുറിച്ച്. വളരെ കറക്റ്റായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ദേവതകൾ ഉണ്ടെന്നും ഈ എനർജി ഉണ്ടെന്നും അത് നമ്മുടെ DNA ഇതാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ ബീജത്തിന്റെ എന്തും പറയാം. പക്ഷേ ഈ ചില എനർജീസ് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിച്ചത് നമുക്ക് ഗുണം ചെയ്യും. പക്ഷെ പ്രത്യക്ഷത്തിൽ നമ്മൾ സൂക്ഷ്മദർശിനി ഒന്നും വെച്ച് നോക്കാൻ പറ്റുക. പല ആൾക്കാർക്കും സർപ്പദോഷം വരുന്നുണ്ട്. പല ആൾക്കാർക്ക് അതിന് രാഹുർദശ വരുന്ന സമയത്ത്, ഈ രാഹു എന്ന് പറയുന്ന സർപ്പത്തിന്റെ ഇതാണ്, ആ രാഹുർദശയുടെ സമയത്ത് ഇത് കാഠിന്യം കൂടുതലായിരിക്കും. സർപ്പദോഷങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ കാഠിന്യം കൂടുതലായിരിക്കും. ഈ ഇടയ്ക്ക് ഒരു വ്യക്തി പറയുന്നുണ്ടായിരുന്നു, വിദേശത്തുനിന്ന് വിളിച്ചതാണ്. അപ്പൊ ഇവര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഒരു ബന്ധു, വിവാഹം കഴിച്ചു വന്ന ബന്ധുവിന്റെ കുടുംബത്തിൽ, അപ്പൊ ആ ബന്ധുവിന്റെ അമ്മ എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് കുറച്ചു കാലത്തേക്ക്, പള്ളിപ്പുറം പട്ടായ സമാജം സ്കൂളിൽ. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സർപ്പങ്ങളുണ്ടായിരുന്നു, രക്ഷസും ഉണ്ടായിരുന്നു.
ഇത് രണ്ടിനെയും സർപ്പങ്ങളെ ഒരു പ്രത്യേക സ്ഥലത്ത് ഏൽപ്പിച്ച് രക്ഷസിനെ വേറെ എടുത്ത് ഏൽപ്പിച്ചു. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് കുറെ വർഷങ്ങളായി. ഈ രക്ഷസ് എന്ന് പറയുന്ന ആ സ്ഥലത്തിന്റെ അധിപതിയായിരിക്കും. പ്രത്യേകിച്ച് ബ്രാഹ്മണര് അല്ലെങ്കിൽ അങ്ങനത്തെ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണര് തന്നെ വേണമെന്നില്ല, ഇങ്ങനത്തെ ചില ദീക്ഷകൾ സ്വീകരിച്ചുകൊണ്ട് ഉപാസന കൈക്കൊണ്ട ആൾക്കാരാണ് രക്ഷസ് വരുന്നത്. അതിൽ ബ്രാഹ്മണ്യം ഇതുണ്ടെങ്കിൽ അവർ ബ്രഹ്മരക്ഷസ് എന്നുള്ളത് വരും. അപ്പൊ അവരുടെ ഉപാസനാമൂർത്തികളായിരുന്നു ഈ നാഗങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ നാഗരാജാവോ നാഗേഷിയും. ഇതിനെ രണ്ടായിട്ട് കൊടുക്കുന്നത് തന്നെ ഇവർക്ക് പ്രശ്നങ്ങളാണ്. അത് ആവാഹിച്ച് കൊണ്ടുപോകേണ്ടവർ കൊണ്ടുപോകുമ്പോൾ ഒഴിവ് നോക്കുമ്പോഴത്തേക്കും ഒഴിവും കാണും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആണ് പ്രശ്നങ്ങളുണ്ടായി. ഇപ്പൊ നമ്മൾ പഴയ സാധനങ്ങളൊക്കെ പെറുക്കി കൊടുക്കും. ആ കൊടുക്കുന്ന കൂട്ടത്തിലാണ് നമ്മുടെ ആധാർ കാർഡും റേഷൻ കാർഡും ഒക്കെ പെട്ടുപോയെങ്കിൽ പെട്ടു. അതുപോലെ തന്നെ ഇങ്ങനെ ഈ ആവാഹന ചെയ്ത് നമ്മൾ തലേന്ന് ഒഴിപ്പിക്കാന്നുള്ള മനോഭാവത്തിൽ ഒഴിപ്പിച്ചാൽ നമ്മുടെ റേഷൻ കാർഡ് സ്ക്രാപ്പുകാർക്ക് കൊടുത്തു എവിടെ പോയെന്ന് അറിയാത്ത അവസ്ഥയിലാവും. പിന്നെ ആ തലമുറ അല്ലെങ്കിൽ അടുത്ത തലമുറ ഇതിൽ വളരെയധികം അനുഭവം ഉണ്ടാക്കും. വളരെയധികം തിക്തമായ അനുഭവങ്ങളിലൂടെ പോകും. അതിനും നല്ലത് ഇവരുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ലപ്പോഴും ഒന്ന് വിളക്ക് കൊടുക്കുകയല്ലേ. കാര്യം നമുക്ക് എന്ത് പ്രശ്നങ്ങളും ആദ്യം ബാധിക്കുന്ന മനസ്സിനെയാണ്. ഈ എനർജീസും ആദ്യം ബാധിക്കും. ദൈവികമാകട്ടെ നാഗങ്ങളാകട്ടെ ഇതിന്റെ പ്രശ്നങ്ങൾ ആദ്യം ബാധിക്കുന്ന മനസ്സിനാണ്. ഒരു ജ്യോതിഷനെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പറയും നിങ്ങളുടെ കുടുംബത്തിൽ നാഗങ്ങളുണ്ടായിരുന്നു എന്ന് കൃത്യമായിട്ട് പറയും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നെ വിളിച്ചിരുന്നു, കൊല്ലം ജില്ലയിൽ നിന്നാണ്. വിളിച്ചിട്ട് പറഞ്ഞത് ഹസ്ബൻഡിന് വിദേശത്ത് ഇതാണ്. അപ്പൊ വെറുതെ ജാതകം ചോദിച്ചു നോക്കുമ്പോഴത്തേക്ക് കുടുംബത്തിൽ നാഗങ്ങളാണ്. കുടുംബത്തിൽ നാഗം ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്, കാര്യം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് അവിടെ പ്രശ്നങ്ങളാണ്. ഒഫീഷ്യലി ഭയങ്കര സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളാണ്. വേറെ എന്ന് പറയും. ഞാൻ പറഞ്ഞു നാഗങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് നിങ്ങൾ മഞ്ഞപ്പൊടി കൊണ്ട് ഇത് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ കർപ്പൂരം ചന്ദനത്തിരി അവിടെ കത്തിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അതേ അതിന് പോംവഴിയുള്ളൂ. അപ്പൊ അവിടെ പ്രശ്നങ്ങളാണ് അത് ഇതാ. ഞാൻ പറഞ്ഞു അതൊന്നും അറിയണ്ട, അവരുടെ കാല് പിടിക്കുക. അത് മനുഷ്യർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇതിൽ നോക്കരുത്, അവരുടെ കാല് പിടിക്കുക. അപ്പൊ നാഗങ്ങളുണ്ടെങ്കിൽ എല്ലാ വീടുകളും മിക്കവരും നാഗങ്ങളുണ്ടാകും. പിന്നെ ഈ നമ്മൾ ജാതി മതമൊക്കെ പറയും, പക്ഷേ ഈ നാഗങ്ങളുള്ള എഫക്റ്റ് അല്ലെങ്കിൽ ദേവതകളുടെ എഫക്റ്റ് അവിടെ അവർ ജാതിയും മതമൊന്നും നോക്കുന്നില്ല. നമ്മുടെ SLC ബുക്കോ അത് നോക്കിയിട്ട് ഇവൻ ഏത് ജാതിയാണ് ഏത് മതമൊന്നും ദേവതകൾ നോക്കുന്നത് അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത് മാനസികമായിട്ടും ആരോഗ്യകരമായിട്ടും ഉള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഈയിടയ്ക്ക് ഒരു അഷ്ടമംഗല്യ പ്രശ്നം നടക്കുന്നിടത്ത് കേൾക്കാൻ പോയി ഞാൻ. അത് കോഴിക്കോട് കൊയിലാണ്ടിലുള്ള ഒരു പ്രശസ്തനായ ജ്യോതിഷനാണ് വെച്ചത്. അദ്ദേഹം അപ്പോൾ ഒരു സംഭവം പറയുന്നുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് അവിടെ ആ കുടുംബത്തിൽ അവര് ഈ ഹിന്ദുമത വിശ്വാസികളല്ല. ആ കുടുംബത്തിൽ പക്ഷെ എല്ലാവർക്കും മാനസിക പ്രശ്നങ്ങൾ, പല ആരോഗ്യ പ്രശ്നം, മാനസിക പ്രശ്നം. ഇത് വന്നിട്ട് ലാസ്റ്റ് പല പരിപാടികളും നോക്കിയിട്ട് പിന്നെ അവസാനം ഇദ്ദേഹത്തെ വിളിക്കുകയാണ്. അവിടെ ആരോ സജസ്റ്റ് ചെയ്ത് അവിടെ കാര്യം പണ്ട് ഏതോ തറവാട്ടുകാരുടെ ആയിരുന്നത്, അത് അവർ വിറ്റതാണ്. അഷ്ടമംഗല്യ പ്രശ്നം വെക്കാന്ന് പറഞ്ഞ് ഇദ്ദേഹം ചെന്ന് അഷ്ടമംഗല്യ പ്രശ്നം വെച്ചു. അഷ്ടമംഗല്യ പ്രശ്നം വെച്ചപ്പോൾ ചോദിച്ചത് ഇവിടെ ഒരു കാഞ്ഞിരം ഉണ്ടായിരുന്നു. എത്രയോ 100 വർഷത്തിന് മേലുണ്ടായിരുന്നു കാഞ്ഞിരം ഉണ്ടായി. ഈ കാഞ്ഞിരം അങ്ങനത്തെ ചില വൃക്ഷങ്ങളിലാണ് ഈ ഭാവതോപദ്രവം ഉള്ളത് ആവാഹിച്ച് കെട്ടണത്, ആവാഹിച്ച് ആണിയടിക്കുക, അത് ചെയ്യുന്നത് അതും മേലാണ്. ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ കാഞ്ഞിരം ഉണ്ടായിരുന്നു വെട്ടിയിട്ട് അത് കത്തിച്ച്. ഈ കത്തിച്ച മണം ആ പുക ശ്വസിച്ച് എല്ലാവർക്കും പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കുടുംബത്തിലുള്ളവർക്ക് പ്രശ്നങ്ങളായി. അപ്പൊ അവിടെ അറിയുന്നവർ പറയുന്നുണ്ട് ഇതായിരിക്കും, പക്ഷെ ഇദ്ദേഹത്തിന് കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്ത് ഇതാണെന്ന് പറഞ്ഞ് പിന്നെ അത് രണ്ടാമത് ഇതിനെ ആ വൃക്ഷം തനിയെ നശിച്ചാൽ കുഴപ്പമില്ല. തനിയെ നശിച്ചാലും അതിന് പരിഹാരം ചെയ്യണം. നശിപ്പിക്കുമ്പോഴത്തേക്കും മനഃപൂർവ്വം ഇവരെ കെട്ടുപൊട്ടിച്ച് വിടുകയാണ്. നമ്മൾ 10-15 നായ്ക്കളെ കൂട്ടിനകത്തിട്ട് വളർത്തുക, ഒരു ദിവസം ഇവരെ തുറന്നു വിടുകയാണ്, നമ്മളും നാട് വിട്ടു പോവുകയാണെന്ന് വെച്ച് ഇത് പിന്നെ തേരാപാല നടന്ന് കണ്ണിക്കണ്ണവനെയൊക്കെ എടുത്തിട്ട് ചാമ്പും. അതേ അവസ്ഥ ഇതിലും വരും. കാര്യം താന്ത്രിക ബന്ധനം അവർക്ക് കൊടുക്കുമ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട ഇത് ചെയ്യാം, കുടുംബക്കാർ വിളക്ക് വയ്ക്കും, അതുകൊണ്ട് നിങ്ങൾ തൃപ്തിയാകണം എന്നൊക്കെ ഈ ചെയ്യുന്ന തന്ത്രി അദ്ദേഹം ഒരു വാഗ്ദാനം അവിടെ കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് സംസ്കൃത ശ്ലോകമോ ചിലപ്പോൾ ആ ദൈവജ്ഞന്റെ മുമ്പിൽ ചെറിയ വിവരണം അന്നത്തെ കുടുംബ കാരണവന്മാർക്ക് കൊടുത്തു കാണും. പക്ഷെ അടുത്ത തലമുറ ഇത് മറന്ന് ആ കൊടുത്തവർക്കും പ്രശ്നങ്ങൾ വരും, വാങ്ങിച്ചവർക്ക് അതിലും വലിയ പ്രശ്നങ്ങൾ വരും. അത് ഈ സർപ്പദോഷത്തിന് ഇത് ബാധകമാണ്. അപ്പോൾ നമുക്ക് ഈ സർപ്പദോഷം ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ നേരിട്ട് എഫക്ട് ചെയ്യുന്നത് ഈ മാനസിക പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ്. സന്താനം ഉണ്ടാകാണ്ടിരിക്കും, ത്വക്ക് രോഗങ്ങൾ ഉണ്ടാവും. ഈ ഇത്തരത്തിൽ ഈ സർപ്പദോഷത്തിന്റെ എഫക്റ്റ് നമുക്ക് മാറണമെങ്കിൽ നമുക്കിപ്പം കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക അവരുടെ നിത്യജീവിതത്തിൽ? ഇപ്പം ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്.
അപ്പൊ ഞാൻ പറയുമ്പോൾ ഇപ്പോൾ ആൾക്കാർ അവർക്ക് ഞാൻ സങ്കല്പം ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ തിരുമേനി ചരടൊക്കെ ജപിച്ചു തരുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ എൻ്റെ ഗുരു പറഞ്ഞു തന്ന വെച്ചിട്ട് അത് ചെയ്യുക. അപ്പൊ ഇവരോട് ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ശരീരത്ത് മഞ്ഞൾ കെട്ട് ധരിക്കുക. നമ്മൾ ഏലസൊക്കെ ധരിക്കുമല്ലോ, മഞ്ഞൾ ധരിക്കുക. എന്നിട്ട് സാധിക്കുമെങ്കിൽ ഇത് പൊടിക്കുക. അല്ല, ഇത് എത്ര വലിപ്പത്തിൽ അങ്ങനെ അല്ല, മഞ്ഞൾ ഒരു ചെറിയ കഷ്ണം പറ്റുന്നത്. ഉണങ്ങിയതാണോ അല്ലെങ്കിൽ പച്ചമഞ്ഞളും ധരിക്കാം, ഉണക്കയും ധരിക്കാം. ഉണക്കയാണല്ലോ എളുപ്പം. പച്ചമഞ്ഞൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇതൊക്കെ ഇതിൽ വരുമല്ലോ. അതെവിടെ ബനിയന്റെ ഉള്ള അരയിലോ എവിടെയെങ്കിലും അത് ധരിക്കാൻ പറയാറുണ്ട്. ഇത് പലരും ചെയ്യുന്ന ഒരു കാര്യം. ഇത് ധരിച്ചിട്ട് ഇത് കുറച്ചു നാൾ ധരിച്ചു കഴിഞ്ഞിട്ട് ഈ മഞ്ഞൾ നമ്മൾ വെറുതെ പ്ലെയിൻ ആയിട്ട് ചെയ്യണോ അല്ലെങ്കിൽ തുണിയിൽ പൊതിഞ്ഞോ അങ്ങനെ എന്തെങ്കിലും? തുണി പൊതിയണമെങ്കിൽ പൊതിയാം. പ്ലെയിൻ ആണെങ്കിൽ ഇപ്പോൾ അതിന്റെ കളർ പറ്റുന്നുണ്ടെങ്കിൽ തുണി പൊതിയുക. അങ്ങനെ തുണിയിൽ പൊതിയുകയാണെങ്കിൽ കഴിയുന്നതും ചുമല ചരടിൽ കെട്ടുന്നത് നല്ലത്. പിന്നെ തുണിയിൽ പൊതിയുകയാണെങ്കിൽ ഈ ഏത് ദശാകാലമാണോ ആ ഗ്രഹത്തിന്റെ കളറുള്ള തുണിയിൽ പൊതിയും. അത് പൊതിഞ്ഞിട്ട് വെച്ചിട്ട് ഒരു 15 ദിവസം, അത് പറയുന്നത് അവരുടെ നാളിന്റെ അനുജന്മ നക്ഷത്രം വെച്ച് മാറ്റണം. ഇത് മാറ്റിയിട്ട് പിന്നെ ഇത് പൊടിച്ചിട്ട് ആ സർപ്പക്കാവിൽ കൊണ്ടുപോയി ഇടാൻ പറയാറുണ്ട്. അതിന്റെ എഫക്റ്റ് കിട്ടുന്നുണ്ട്.